അർജുൻ പീതാംബരൻ കൂടി ജന്തർ മന്ദറിലുണ്ട്. അർജുൻ, മറ്റു പാർട്ടികളുടെ നേതാക്കളും ജന്തർ മന്ദറിലേക്കായിരിക്കുമല്ലോ എത്തിച്ചേരുക. വളരെ പ്രൗഢമായൊരു സമരം, കേന്ദ്രത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകാൻ കഴിയുന്ന സമരം എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ജന്തർ മന്ദറിലേക്കും എത്തുന്നു? തീർച്ചയായിട്ടും രതീഷ്, ഇതിനോടകം തന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന സമരമാണെന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മന്നും എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. കാരണം ഇതിനോടകം തന്നെ പഞ്ചാബ് പോലീസും അതുപോലെ തന്നെ ഡൽഹി പോലീസിന്റെ CM-ന്റെ അരവിന്ദ് കെജ്രിവാളിന്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ജന്തർ മന്ദറിലെ വേദിയിലെത്തി സുരക്ഷാ പരിശോധനയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ പരിശോധന ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തന്നെ, അതായത് 11 മണിക്ക് ഈ സമരം തുടങ്ങും. 12 മണിയോടുകൂടി തന്നെ ശരത് പവാറും അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് സിംഗ് മൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത്. ആം ആദ്മി നേതാക്കൾ കൂടി ഈ സമരവേദിയിലേക്ക് എത്തുന്ന സമയത്ത് അതിന് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യം തന്നെ പ്രത്യേകിച്ചും എടുത്തു പറയാനായിട്ട് സാധിക്കും. കാരണം കേന്ദ്രം നിരന്തരം ഈ ആം ആദ്മി പാർട്ടിയുടെ ആരോപണം അനുസരിച്ചാണെങ്കിൽ പോലും ഈ മദ്യനയ കേസിൽ ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് വലിയ രീതിയിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്രം മനഃപൂർവ്വം ഉപയോഗിക്കുന്നു എന്നുള്ള ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കേരളം നടത്തുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളും ഭഗവന്ത് സിംഗ് മൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ ജന്തർ മന്ദറിലേക്ക് എത്താൻ പോകുന്നത്. ഈ പ്രതിഷേധ മാർച്ച് കേരള ഹൗസിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. അല്പനിമിഷത്തിനകം ഒരു തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ ഈ വേദിയിലേക്ക്, പ്രധാന വേദിയിലേക്ക് മുഖ്യമന്ത്രി നേതൃത്വം നയിക്കുന്ന ആ സംഘം, ഒരു മന്ത്രിസഭ മുഴുവനായിട്ടും ഈ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി. സമരത്തിന്റെ ഭാഗമാകുന്നു, അതും കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന്റെ ഭാഗമാകുന്നു എന്ന പ്രത്യേകതയാണ് സംസ്ഥാന സർക്കാർ ഡൽഹിയിൽ നടത്തുന്ന സമരത്തിനുള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജന്തർ മന്ദറിലേക്ക് എത്തുകയാണ്. ബി ബാലഗോപാൽ കൂടി വിവരങ്ങളുമായുണ്ട്. ബാലു, DMK പ്രതിനിധി എത്തി, RJD, നാഷണൽ കോൺഫറൻസ്, ആം ആദ്മി പാർട്ടി, JMM, NCP, മറ്റ് ഇടതു പാർട്ടികൾ എല്ലാവർക്കും ക്ഷണമുണ്ടായിരുന്നു. എല്ലാ നേതാക്കളും ജന്തർ മന്ദറിലേക്ക് എത്തുകയാണ്. ഈ സമരം എത്ര സമയം നീണ്ടു നിൽക്കും? പൊതുവായ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടല്ലേ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കേരളത്തിന്റെ മാത്രം ആവശ്യം എന്നതിലേക്ക് ചുരുക്കാതെ വിശാലമായി കാര്യങ്ങളെ കാണാനുള്ളൊരു സമീപനം കൂടി സമരത്തിലുണ്ടാകുന്നില്ലേ? തീർച്ചയായും രതീഷ്, വിശാല അർത്ഥത്തിലുള്ള, അതായത് ഇത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ പ്രതിനിധികളെ കൂടി ഈ സമരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇപ്പോൾ സീതാറാം യെച്ചൂരി ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്ന ജന്തർ മന്ദറിലേക്ക് ഈ സംഘം ഇപ്പോൾ മാർച്ച് ചെയ്യുന്നത്. ഏതാണ്ട് ജന്തർ മന്ദറിലെ സമരവേദിക്ക് സമീപത്ത് എത്തിയിട്ടുണ്ട്. ഒരു വളരെ കുറച്ച് മീറ്ററുകൾ മാത്രമാണ് ഈ സമരം ഇനിയിപ്പോൾ ജന്തർ മന്ദർ എത്താൻ വേണ്ടി ബാക്കിയുള്ളത്. ഇതിനോടകം തന്നെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗവും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളൊക്കെ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ചില പ്രതിപക്ഷ MP-മാർ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിനായി അല്പസമയത്തിനുള്ളിൽ ഈ ജന്തർ മന്ദറിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സമരത്തിനുള്ള മറ്റെല്ലാ ക്രമീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഈ ജന്തർ മന്ദറിന് സമീപത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. വേദിക്ക് പുറത്ത്, വേദിയുടെ പിൻഭാഗത്ത് ഇതിനോടകം തന്നെ ഈ സമരം, ഈ മാർച്ച് എത്തിയിട്ടുണ്ട്. വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് കാണാം, ഈ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട്. അതൊക്കെ കാരണം തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് ഡൽഹി പോലീസിന്റെ ഉൾപ്പെടെയുള്ള സുരക്ഷ ഉണ്ട് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനി ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ
പോലീസിന്റെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങൾക്കിടയിലൂടെയാണ് ഇപ്പോൾ ഈ സമരവേദിയിലേക്ക് നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, സംസ്ഥാന നിയമമന്ത്രി P രാജീവ്, മന്ത്രിസഭയിലെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും, ഇടതുമുന്നണിയുടെ മറ്റ് MLA-മാർ ഒക്കെ ഈ കേന്ദ്ര വിരുദ്ധ പ്രസ്താവനകൾ അടങ്ങുന്ന പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ടാണ് ഈ സമരവേദിയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഈ ഇടത് നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു സമരം, അതായത് ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും അതുപോലെ തന്നെ ഒരു സർക്കാർ ഭരിക്കുന്ന ഭരണമുന്നണിയുടെ മുഴുവൻ MLA-മാരും പങ്കെടുക്കുന്ന ഒരു സമരം ഇതിനു മുമ്പ് ഈ ജന്തർ മന്ദറിൽ ഇതുപോലെ അരങ്ങേറിയിട്ടില്ല എന്നാണ് ഇടത് നേതാക്കളൊക്കെ പറയുന്നത്. സ്വാഭാവികമായും, അതായത് മുമ്പൊക്കെ സർവകക്ഷി സംഘങ്ങളുമൊക്കെ ആയിരുന്നു ഡൽഹിയിൽ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രിസഭ മുഴുവനായി സമരവുമായി എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇതേ സ്ഥലത്ത്, അതായത് ഈ ജന്തർ മന്ദറിൽ തന്നെ കർണാടക സർക്കാരിന്റെ സമരമുണ്ടായിരുന്നു. അതിലും അവിടുത്തെ സംസ്ഥാന മന്ത്രിമാർ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ എന്നാൽ MLA-മാർ ഭൂരിഭാഗവും പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് ഒരു കേരളത്തിലെ മുഴുവൻ ഭരണകക്ഷി അംഗങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സമരത്തിലെ അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള നേതാക്കൾ സമരത്തിന്റെ ഭാഗമാകുന്നു എന്ന വലിയ ആകർഷണമുണ്ടല്ലോ. അരവിന്ദ് കെജ്രിവാൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? പഞ്ചാബ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിട്ടുണ്ടോ? ശരത് പവാർ എപ്പോഴെത്തും? ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ സ്ഥിരീകരണം ഈ സമരം തുടങ്ങുന്ന ഈ സമയത്ത് ലഭിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഒഴികെയുള്ള ഇന്ത്യ മുന്നണി പാർട്ടികൾ നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു കേരള സർക്കാരിന്റെ ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിന് എതിരായ സമരത്തിന്. ജന്തർ മന്ദറിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പിന്തുണ അറിയിച്ചതോടുകൂടി തന്നെ സമരത്തിന് വലിയ ദേശീയ പ്രാധാന്യം കൈവന്നിരുന്നു. DMK പ്രതിനിധി കൂടി കറുത്ത വേഷത്തിൽ ഈ സമരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. സമരവേദി ജന്തർ മന്ദറിൽ നിന്ന് രാംലീല മൈതാനിലേക്ക് മാറ്റാൻ ഒരു ഘട്ടത്തിൽ ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടതാണ്. പിന്നീട് ജന്തർ മന്ദറിൽ തന്നെ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള അനുമതി ഡൽഹി പോലീസ് നൽകുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയെ പ്രതികരിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാനും എത്തിച്ചേരുമെന്നാണ് ആം ആദ്മി നേതാക്കൾ നേരത്തെ നൽകിയിരുന്ന വിവരം. കേരള ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ മാർച്ചായി പുറപ്പെട്ട് ഇപ്പോഴിതാ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജന്തർ മന്ദറിലേക്ക് മന്ത്രിമാരും മറ്റ് ഇടത് നേതാക്കളും ജനപ്രതിനിധികളും ഡൽഹിയിലെ മലയാളി സംഘടനാ പ്രതിനിധികളുമൊക്കെ ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണ നിർവഹണ പ്രക്രിയയിൽ ധനവിനിയോഗത്തിലും കൈകടത്തുവാൻ കേന്ദ്ര സർക്കാർ കുറെ കാലമായി ശ്രമിക്കുകയാണ്. ഫെഡറൽ തത്വം, ഇന്ത്യയുടെ ഫെഡറൽ തത്വം എന്നതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേൽ കൈകടത്തുന്നു. സംസ്ഥാനങ്ങൾക്ക് ധനവിഷയത്തിൽ ഉൾപ്പെടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു. കേന്ദ്ര ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്നു, വെട്ടിക്കുറയ്ക്കുന്നു. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അത് വലിയ തോതിൽ കുറച്ചിരിക്കുന്നു. കിഫ്ബി പോലെയുള്ള വികസന പരിപാടികളെ കേന്ദ്രം അംഗീകരിക്കുന്നില്ല. കേന്ദ്ര ഏജൻസികൾ ഭരണ നേതൃത്വത്തിലുള്ളവരെ വേട്ടയാടുന്നു തുടങ്ങി നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹിയിൽ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സമരമാണ്. ബാലഗോപാലാണ് വിവരങ്ങളുമായി തുടരുന്നത്. ബാലു, ഈ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവരുടെ സാന്നിധ്യം സമരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമല്ലോ ദേശീയ തലത്തിൽ. കെജ്രിവാൾ എത്തുമെന്ന കാര്യം ഉറപ്പാണോ? പഞ്ചാബ് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ടോ? ശരത് പവാർ ഉൾപ്പെടെ മറ്റേതൊക്കെ പ്രധാന നേതാക്കൾ ഇനിയും എത്തിച്ചേരാനാണ് സാധ്യത? ഈ അരവിന്ദ് കെജ്രിവാൾ അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവർ എത്തിച്ചേരുമെന്നാണ് CPM നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ കെജ്രിവാളിന്റെ കാര്യത്തിൽ ഇതുവരെ നമുക്കൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഭഗവത് മാന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അത് ഒരുക്കുന്നതിനായി ഈ പഞ്ചാബ് പോലീസിലെ ഉന്നത നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി മറ്റ് മറ്റ് MP-മാരൊക്കെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ, കാരണം ഈ പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റ് നേതാക്കൾ, അതായത് MP-മാർ ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കൾ ഉടൻ തന്നെ എത്തിച്ചേരും. ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുമെന്നാണ് വ്യക്തം.
ജന്തർ മന്ദറിലെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സമരത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധ മാർച്ച് ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നു. കേരള ഹൗസിൽ നിന്ന് മന്ത്രിസഭയാകെ സമരമുഖത്തുണ്ട്.